ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നർ സെൽഫിനെ കുറിച്ചാണ്, നിങ്ങളുടെ ഷാഡോ സെൽഫിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് മുൻപ് ചെയ്തിരുന്ന വീഡിയോസിൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ചും കോഡ് കട്ടിങ്ങിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നുള്ളത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, നമുക്കത് തനിയെ ചെയ്യാനായിട്ട് സാധിക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലെ അവരുടെ ഉള്ളിൽ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് എന്താണ് അവരുടെ യഥാർത്ഥ പ്രോബ്ലം എന്ന് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ സംതിങ് ഇസ് റോങ് എന്ന് അവർക്ക് സ്വയം തോന്നാറുണ്ട് എന്നൊക്കെ അവർ മെസ്സേജ് അയച്ചു. ഇതങ്ങനെ ഉള്ളവർക്കൊരു ഗൈഡൻസ് പോലെ, അതല്ലെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി പോലെ, അവരുടെ സംശയങ്ങൾക്കൊരു ലൈറ്റ് പോലെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ട്രോമാസ്, ഫിയേഴ്സ്, അത് നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത മേഖലകളിലായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നിട്ടുള്ളതായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ പല ഏരിയാസിൽ കണ്ടിന്യൂസ് ആയിട്ട് പാറ്റേൺ പോലെ പ്രോബ്ലംസ്, റെപ്പറ്റേറ്റീവ് ആയിട്ട് ഒരേ രീതിയിൽ പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ട്രോമാസ് അല്ലെങ്കിൽ ഫിയേഴ്സ് സബ് കോൺഷ്യസിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ചില സൊല്യൂഷൻസും ഒക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കരിയറിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫാദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. ചെറുതിലെ മുതൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫാദറുമായിട്ടുള്ള നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസുമായിട്ടുള്ള നിങ്ങളുടെ ഇക്വേഷൻ എന്താണ്, അവരിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചെടുത്തിട്ടുള്ളത്, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നിങ്ങൾ എന്താണ് പഠിച്ചെടുത്തിട്ടുള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് തിരിഞ്ഞു നിന്ന് നോക്കി അനലൈസ് ചെയ്യാവുന്നതാണ്. ഇതൊരു എക്സാമ്പിൾ മാത്രമായിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് വരുന്നത്. അപ്പം ഈ ഷാഡോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കത് പെട്ടെന്ന് റിവീലായി വരില്ല. അതിന് നമ്മളെ കൂടുതലായിട്ട് അറിയാനായിട്ട് തുടങ്ങണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ തന്നെ കൂടുതലായിട്ട് അറിയുമ്പോൾ, നിങ്ങൾ ലോകം അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ അറിയണം, അതിനുശേഷമാണ് നിങ്ങൾക്ക് ലോകം അറിയാനായിട്ട് സാധിക്കുക എന്ന് പറയും. അപ്പോൾ നിങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എങ്ങനെ സ്ട്രോങ്ങർ ആക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സോളുമായിട്ടുള്ള ഒരു ഡീപ്പർ കണക്ഷൻ, ആ ഒരു തിരിച്ചറിവ്, ഒരു ഇൻസൈറ്റ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ട്രോമാസ് ആൻഡ് ഫിയേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങൾ, അത് ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ, അതിനെ ഷാഡോ സെൽഫ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ഇത് ജെന്റിൽനെസ് റീഡിങ്ങുമാണ്, കൂടാതെ ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റഡ് ആവുന്നത്. ഒരുപാട് പേര് പറയും പൈൽ സെലക്ഷൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമാണ്, ഇത് ഞങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ്, ഞങ്ങൾക്കുള്ള മെസ്സേജ് ആണോ എന്നൊക്കെ ഉള്ളത്. നിങ്ങളിലേക്ക് ഇങ്ങനൊരു മെസ്സേജ്, ഒരു ഇൻഫർമേഷൻ എത്തുന്നുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള മെസ്സേജ് തന്നെയാണ്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. കോയിൻസിഡൻസിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഷാഡോ സെൽഫ് എന്തൊക്കെയാണ്, അത് കണ്ടെത്തി അതിനെ നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഇത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്ത് കടക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ റീഡിംഗ് എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്, നിങ്ങളുടെ ഷാഡോ സെൽഫ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4 of മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്, 5 of മെറ്റീരിയൽസ്, 6 of മെറ്റീരിയൽസ്,
ഫോർ ഓഫ് വോയിസ് വന്നിട്ടുണ്ട്, ജസ്റ്റിസ്, ക്വീൻ ഓഫ് വോയിസ് വന്നിട്ടുണ്ട്, Muse of Voices, and one more card. The Fool card ആണ് വന്നിരിക്കുന്നത്, and bottom 7 of Materials ആണ് വന്നിരിക്കുന്നത്. നമുക്കതിന് ക്ലാരിഫിക്കേഷൻ കൂടെ എടുക്കാം. 2 of Pentacles, Temperance, ഓക്കെ, ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്, 9 of Pentacles, Ace of Cups, 9 of Wands, Page of Wands റിവേഴ്സ് ആണ് വന്നത്. One more card, 6 of Pentacles, Hermit കാർഡ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഷാഡോ സെൽഫിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കാർഡ്സ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് നിങ്ങൾക്കൊരു സൊല്യൂഷനും കൂടെ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നയൻ ഓഫ് സ്വേർഡ്സ്, ദ വേൾഡ് എംപ്രസ്, Queen of Swords, Knight of Swords, King of Swords, the Lovers card വന്നിട്ടുണ്ട്. ബോട്ടം ഇവിടെ ദ ഹെയർഫിൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ച് വലിയ സ്പ്രെഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ 4 ഓഫ് മെറ്റീരിയൽസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു കാർഡ് നമുക്കിവിടെ ഈ ഒരു ക്യാമലിനെ കാണാം. ഈ ക്യാമൽ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഹമ്പിൽ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡെസേർട്ടിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് വാട്ടർ അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം അതിന് വേണ്ടതായിട്ടുള്ള വാട്ടർ അതൊരു സോഴ്സ് കണ്ടെത്തുന്ന സമയത്ത് ആവശ്യത്തിനുള്ളത് അതിൻ്റെ ഹമ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് വെള്ളം കിട്ടാത്ത സമയത്ത് അത് എടുത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു 4 ഓഫ് മെറ്റീരിയൽസ് പറയുന്നതും നിങ്ങളോട് ഇത് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഒരു സേഫ്റ്റിയെ കുറിച്ചൊരു ഭയമാണ് ഉള്ളത് എപ്പോഴും. മുന്നോട്ടേക്ക് എന്താകും എന്നുള്ള ഒരു ഭയം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഇത് ഫ്യൂച്ചറിനെ ഭയക്കുന്ന, അതായത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ. വിച്ച് ഇസ് ഗുഡ്. നമ്മളെപ്പോഴും സേവ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് മുന്നോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ സേവിങ്സ് എനിക്ക് നഷ്ടമാവുമോ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ സേഫ് ആകുമോ, ഞാൻ എങ്ങനെയാണ് മുന്നോട്ടേക്ക് ജീവിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഭയം നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി അത് ഫിനാൻസിനെ സംബന്ധിക്കുന്ന ഒരു ഭയം നിങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു സേഫ് സൈഡിൽ ഇരിക്കാൻ വേണ്ടി ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായി വരുന്നത്. കാരണം നിങ്ങൾ എപ്പോഴും ഒരു കംഫർട്ടിൽ റിസ്ക് എടുക്കാനുള്ള ഭയം, ഫെയിലിയറിനെ നിങ്ങൾ ഭയക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിനെ തടയുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇതിനെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സേഫാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ പ്രപഞ്ചമുണ്ട്. നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെയാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ആ എലമെന്റ്സിന്റെ തന്നെ ഒരു സൃഷ്ടിയാണ് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ സോളും എല്ലാം തന്നെ. യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ ഫോം തന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട്
അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. അത് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇപ്പോഴും വൈകിട്ടില്ല. നിങ്ങൾ ഒട്ടും വൈകിട്ടില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത് എന്താണെന്ന് മാത്രമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു ഭയം, ഫെയിലിയറിനെ നിങ്ങൾക്ക് ഭയം ഉണ്ട്. അതായത് നിങ്ങൾ തോറ്റുപോയി എന്നുള്ള ഒരു തോന്നല് നിങ്ങൾക്കൊരു ഗിൽറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതല്ലെങ്കിൽ യു ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള ഒരു മെസ്സേജ് അത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതായിരിക്കും. നിങ്ങൾ എത്ര ചെയ്താലും അപ്രീസിയേഷൻ ലഭിക്കാതെ നിങ്ങൾക്ക് ചെയ്യുന്നതൊന്നും പോരാ എന്നുള്ള ഒരു തോന്നൽ, അങ്ങനെ ആ ഒരു തോട്ട് നിങ്ങളിൽ വളരെയധികം ഇൻഫ്യൂസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലക്ഷറി, ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ്. എന്നാലും സന്തോഷം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ആ ഒരു ജോയ്, അതിന് ഇതൊന്നും അല്ല ആക്ച്വലി നെസസറി ആയിട്ടുള്ളത് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഫ്രീഡം ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഒരു എക്സ്പ്ലോറേഷൻ മൈൻഡ് സെറ്റ് ആണ്. യു ഷുഡ് ബി ഓപ്പൺ ടു ദ വേൾഡ് എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് ഇവിടെ ഈ ഒരു ഫോർ ഓഫ് മെറ്റീരിയൽസ് തരുന്നത്. ഫ്രീഡം കംസ് വെൻ ജനറോസിറ്റി അൺലോക്സ് എന്നുള്ള ഒരു മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിവിടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാൻ ഉള്ള ഭയം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് ഉള്ള ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സാഹചര്യങ്ങളിൽ എപ്പോഴും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നോക്കും. നമ്മൾ പറയില്ലേ, രണ്ട് വള്ളത്തിലും കാല് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി വീഴും. ഡെഫിനറ്റ്ലി ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തി വീഴും എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾക്ക് കംഫർട്ടിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടതല്ലാത്തതായിട്ടുള്ള സിറ്റുവേഷൻ, പക്ഷെ അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ പാഷൻ, യഥാർത്ഥം നിങ്ങളെ പുറത്തു കൊണ്ടുവരിക, അതിന് ചാലഞ്ച് ആവശ്യമാണ്, അതിന് റിസ്ക് ആവശ്യമാണ്, അതിന് ഭയമില്ലാത്ത ഒരു മനസ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ളതിലേക്ക് നിങ്ങൾക്ക് പോവാൻ, മനസ്സ് തുറന്ന് റിസ്ക് എടുത്ത് ഫ്രീഡത്തോടു കൂടി നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ, ആ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ഇപ്പോഴും ഭയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിത് രണ്ടും വേണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. എന്നാൽ ഈ രണ്ട് സാഹചര്യവും വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ്. രണ്ടും കോഎക്സിസ്റ്റ് ചെയ്ത് പോവില്ല. യു ഹാവ് ടു മേക്ക് എ ചോയ്സ് എന്നുള്ളതാണ്. ആ ഒരു ചോയ്സ് മേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങളിൽ ഉണ്ടാക്കി തരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് 9 ഓഫ് സ്വോർഡ്സ് ആണ്. അതായത് വളരെ ഗിൽട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ചോയ്സ് എന്ന് പറയുന്നത് യഥാർത്ഥ നിങ്ങളല്ല, അതിലും മുകളിലാണ്. യു ഡിസേർവ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അറിയാം. പക്ഷെ നിങ്ങളുടെ കംഫർട്ട് വിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങളത് ചൂസ് ചെയ്തത് കാരണം നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ഗിൽറ്റാണ്. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. യു ഷുഡ് ഹാവ് ഡൺ ബെറ്റർ എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ട്. പക്ഷെ സ്റ്റിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തിലാണോ ഒരു ഗിൽറ്റ് തോന്നുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങൾ ഇതിലും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കാര്യത്തിന് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യാനുള്ളത്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക, നിങ്ങളുടെ ഷെല്ല് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുറത്തു വരേണ്ട സമയമാണ്. നമ്മൾ കംഫർട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേടേണ്ടതായിട്ടുള്ള ഒരു കാര്യവും നേടാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി എക്സ്പ്ലോർ ചെയ്യാൻ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും
പാസ്റ്റിൽ കുടുങ്ങിയിരിക്കും. ബിക്കോസ് പാസ്റ്റ് ഇസ് യുവർ കംഫർട്ട്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. ആ അറിയാത്ത കാര്യത്തിനെ എംബ്രേസ് ചെയ്ത് ഭയമില്ലാതെ റിസ്ക് എടുത്ത് നേരിടാനായിട്ട്, എന്ത് വന്നാലും നേരിടാൻ എടുക്കുന്ന തീരുമാനം, ആ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ഒരു ശക്തികൾക്കും പറ്റില്ല. നിങ്ങൾക്ക് പോലും നിങ്ങളെ തോൽപ്പിക്കാൻ പിന്നീട് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയാണുള്ളത്. സോ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വളരെയധികം ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു മാൻഷൻ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഒരു എൻട്രൻസ് ആണിത്. എന്നിട്ടും ഈ ഒരു ലേഡി അതിന് പുറത്താണ് കിടന്നുറങ്ങുന്നത്. അതായത് വളരെ കോൾഡായിട്ടുള്ള നൈറ്റ്സിൽ ജസ്റ്റ് ഒരു ഷീറ്റ് ഓഫ് ക്ലോത്ത് പുതച്ചിട്ട് അവർ കിടക്കുകയാണ്. ജസ്റ്റ് ഒരു ഷീറ്റ് ഓഫ് ക്ലോത്തിൽ അവർ തന്നെ റാപ്പ് ചെയ്തിട്ട് അവർ വളരെ മിനിമലായിട്ട് അത്യാവശ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ആണത്. അതായത് തണുപ്പിൽ നിന്ന് നമ്മളുടെ ബോഡിയെ രക്ഷിക്കാനുള്ളത് മാത്രം എടുത്ത് കൊണ്ടാണ് അവർ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അബണ്ടൻസിലേക്ക് അവർക്ക് എത്താൻ പറ്റാത്തത്? ഇതാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അവർക്ക് ഗേറ്റ്സ് ഓപ്പൺ ആണ്, ഈസി ആയിട്ട് അതിനുള്ളിൽ കടക്കാനായിട്ട് സാധിക്കും. എന്നാൽ അവരുടെ ഉള്ളിലെ ബ്ലോക്കാണ് അവരെ കംഫർട്ടിൽ നിന്ന്, അതല്ലെങ്കിൽ അവരെ അബണ്ടൻസിൽ നിന്നും പുറകിലേക്ക് വലിക്കുന്നത് എന്നുള്ളതാണ്. പറഞ്ഞിരുന്നു നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഭയമാണ് എന്നുള്ളത്. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് എങ്ങനെയാണ് വീണ്ടും വീണ്ടും നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി അട്രാക്ട് ചെയ്യാനും അബണ്ടൻസ് അട്രാക്ട് ചെയ്യാനും സാധിക്കുന്നത്? ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു വളരെ കാലങ്ങളായിട്ടുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ അത് അടിയുറച്ചു വിശ്വസിക്കുകയാണ് നിങ്ങൾ അബണ്ടൻസ് അർഹിക്കുന്നില്ല എന്നുള്ളത്. അത് നിങ്ങളുടെ ഒരു ശീലമായി പോയതാണ്. ഒന്നിനും വേണ്ടിയല്ല, അത് വെറുതെ അങ്ങനെ ഒരു ശീലമായി പോയി. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഭയം കാരണമാണ്. ഇത് നിങ്ങൾക്കൊരു ഹോപ്പ്ലെസ്നെസ്സിന്റെ ഒരു അവസ്ഥ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വേർത്തിനെസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബ്ലോക്ക് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യു ആർ വർത്തി ഓഫ് ഓൾ ഗുഡ് തിങ്സ്. ജീവിതത്തിന്റെ എല്ലാ നല്ല കാര്യങ്ങളും അനുഭവിക്കാൻ നിങ്ങൾ വേർത്തിയാണ്. നിങ്ങൾ മറ്റു വ്യക്തികളെ പോലെ തന്നെ നിങ്ങളും വേർത്തിയാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് കീഴടക്കാൻ ഒരു വലിയ ലോകമാണ് നിങ്ങളുടെ മുന്നിൽ ഉള്ളത്. നിങ്ങൾ എന്തിനെങ്കിലും ഭയന്ന് അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഇന്നൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇപ്പൊ സാധിക്കാത്തതിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് അനുഭവിക്കാൻ പറ്റുന്നില്ല, അതുപോലെ വെൽത്ത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഈ ഗുഡ് വെൽത്ത് ആൻഡ് ഹെൽത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ മാനസികാവസ്ഥ മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഗുഡ് വെൽത്ത് ആൻഡ് ഹെൽത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഒരു ഗേറ്റ് വരെ മാത്രമാണ്. യു ആർ വെരി ക്ലോസ്. പക്ഷെ അതിൽ നിന്ന് കയറാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, ഇവിടെ നമുക്ക് ടെമ്പറൻസ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇമോഷണൽ ബാലൻസിങ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്, ഇമോഷണലിയും നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസ് എന്ത് തന്നെയാണെങ്കിലും അതിനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഈ ടെമ്പറൻസ് കാർഡ് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്നതൊക്കെ അതേപോലെ തിരിച്ച് തരുന്ന വ്യക്തികളെ മാത്രം കൂടെ കൂട്ടുക. അങ്ങനെയല്ലാത്ത ബന്ധങ്ങളിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്നതൊന്നും കുറേ കാലങ്ങളായിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഈ ഭയം ഉണ്ടാവാം. കാര്യം ഞാൻ എത്ര കൊടുത്താലും എനിക്ക് തിരികെ ലഭിക്കുന്നത് വളരെ
ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും കൊടുക്കുന്നത് എങ്ങനെയാണ്, അപ്പം നിങ്ങൾ കൊടുക്കാൻ മടിക്കും, അതുകൊണ്ട് നിങ്ങൾ അതും സ്റ്റോപ്പ് ചെയ്യാണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളത് വേണ്ടെന്ന് വെക്കുകയാണ്. നമ്മൾ ഒരു കാര്യവും വേണ്ടെന്ന് വെക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മളത് ചെയ്യണം. പക്ഷെ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കണം. അതുപോലെ ചാലഞ്ചസ് ഏത് നിമിഷവും എക്സ്പെക്ട് ചെയ്തിട്ട് അതിന് ആ വരുന്നതിനെ വരുന്നത് പോലെ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ കൂടെ കാണാനുള്ള ഒരു ഫിയർലെസ് മൈൻഡ് നിങ്ങൾ ആർജിച്ചെടുക്കുക എന്നുള്ള ഒരു മെസ്സേജാണ്. ഇവിടെ ഇത് വേൾഡ് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കർമാസ് പാസ്റ്റ് ലൈഫിൽ നിന്നൊക്കെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഭയം കാരണം നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ്. അതായത് സങ്കടവും സന്തോഷവും കൂടിക്കലർന്നതാണ് ജീവിതം. അല്ലാതെ സന്തോഷം മാത്രമായിട്ട് ഒരാൾക്ക് ജീവിതമില്ല, സങ്കടം മാത്രമായിട്ടും ഒരാൾക്ക് ജീവിതമില്ല. നിങ്ങൾ ഈ സങ്കടത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങളുടെ ചാലഞ്ചസിനെ പോലും നിങ്ങൾ ബ്ലോക്ക് ചെയ്യാണ്. നിങ്ങളുടെ ചാലഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള നെഗറ്റീവ് കർമാസിന്റെ ഒരു റിയാലിറ്റിയാണ്, ഒരു റിയൽ ടൈം മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഈ എക്സ്പീരിയൻസസിൽ നിന്ന് നിങ്ങൾ പേടി കാരണം, ഭയം കാരണം നിങ്ങളെ തന്നെ തടയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർമിക് ബാഗേജസ് പോലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾ സ്വയം നിഷേധിക്കുന്നത്. അപ്പോൾ അത് സോള് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫിൽട്രേഷൻ, എവല്യൂഷൻ എന്നൊക്കെയുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ആ എക്സ്പീരിയൻസസിനൊന്നും മുഖം കൊടുക്കാതെ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് സോള് വീണ്ടും ലോവർ സെൽഫിലേക്ക് പോവുകയാണ്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 6 ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ ഈ ഒരു 6 ഓഫ് മെറ്റീരിയൽസ് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ആവുന്നത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ബാലൻസാണ്. എന്ത് ബാലൻസാണ്? ഒരു എനർജി ബാലൻസാണ്. അതായത് ഗിവിങ് ആൻഡ് റിസീവിങ്ങിൻ്റെ ഒരു ബാലൻസിലേക്കാണ്. അതിവിടെ നമുക്ക് ടെമ്പറൻസ് കാർഡ് പറഞ്ഞ അതേ ഒരു മെസ്സേജ് തന്നെയാണ് 6 ഓഫ് മെറ്റീരിയൽസ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ ഭയം കാരണം പുതിയ എക്സ്പീരിയൻസസിനെയും പല കാര്യങ്ങളെയും നിങ്ങൾ വേണ്ടെന്ന് വെച്ച് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലൊരു ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ട്, ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത് ആക്ച്വലി നിങ്ങൾക്കൊരു സ്കേഴ്സിറ്റിയുടെ ഒരു ഇമോഷനാണ് നിങ്ങൾക്ക് സബ് കോൺഷ്യസിൽ ഡീപ്പ് റൂട്ടഡ് ആക്കി തരുന്നത് എന്നുള്ളതാണ്. സ്കേഴ്സിറ്റിയുടെ ഒരു ഇമോഷൻ എന്ന് പറയുമ്പോൾ അബണ്ടൻസിൻ്റെ നേരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ നിങ്ങൾ പോവുകയാണ്. അതേസമയം നിങ്ങൾക്ക് ഉള്ളത് എന്താണെങ്കിലും നിങ്ങളൊന്ന് കൊടുക്കാൻ ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യാതെ നിങ്ങളത് കൊടുത്തു നോക്കുക. റിസ്ക് എടുക്കാൻ തയ്യാറാകുക. അതായത് വൾണറബിൾ ആകാൻ നിങ്ങളെ തന്നെ നിങ്ങൾ പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. ഗിവ് ഫ്രീലി, ഷെയർ, ഓപ്പൺ യുവർ ജെൻറ്റിൽ ജനറോസിറ്റി എന്നൊക്കെയുള്ള ഒരു ഹിഡൻ മെസ്സേജസ് ആണ് ഇവിടെ 6 ഓഫ് മെറ്റീരിയൽസ് തരുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവുകയും നിങ്ങൾ സോഷ്യലൈസ് ചെയ്യുക എന്നൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ അത് മനസ്സ് തുറന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഫ്രഷ് ബിഗിനിങ് ഇവിടെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ബാലൻസ് ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഓൾറെഡി ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ഒരു തവണയും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ കാർഡ് നമുക്ക് 2 തവണ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ഫ്രഷ് സ്റ്റാർട്ട് ജീവിതത്തിൽ ഇപ്പോൾ പോസിബിളാണ്. എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളെ തന്നെ വൾണറബിൾ ആവാൻ റെഡി ആകുകയാണെങ്കിൽ, നിങ്ങളെ പുതിയ എക്സ്പീരിയൻസസിലേക്ക് എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾ റെഡി ആകുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സ്പ്ലറേഷൻ മൈൻഡ് നിങ്ങൾ ഫിയർലെസ് ആയിട്ട് നേടിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്
നിങ്ങൾക്ക് വരുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാവാനായിട്ട് തുടങ്ങും, ആക്ടിവേറ്റ് ആവാനായിട്ട് തുടങ്ങും. ഇവിടെ നമുക്ക് എംപ്രസ് കാർഡാണ് വന്നിരിക്കുന്നത്. അത് ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു കാർഡാണ്, അതല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ, നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ ആൻഡ് പവർ മനസ്സിലാക്കി എമ്പത്തിയോട് കൂടിയിട്ട് നിങ്ങൾ ലോകത്തെ കാണുന്ന ഒരു സമയമാണ്. ഭയത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വ്യക്തികളും, നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾക്ക് ഭയമാണ് ഉണ്ടാവുക. അതേസമയം നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്നവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, എംപതറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാ വ്യക്തികളും. എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഒരു അൺഹീൽഡ് ആയിട്ടുള്ള വേർഷൻ ഉണ്ട്. അതിൽ നിന്ന് വരുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ജസ്റ്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നതുമല്ല. നിങ്ങൾക്ക് പറ്റുന്നതുപോലെ തന്നെ മിസ്റ്റേക്സ് മറ്റുള്ളവർക്കും ഉണ്ടാകും എന്നുള്ള ഒരു ബോധം, എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകുന്ന ഓരോ ട്രോമാസിൽ നിന്നും ആണ് അവരുടെ ആക്ഷൻസ്, ബിഹേവിയർ, ഡിസിഷൻസ് ഒക്കെ വരുന്നത്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങളെ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ അത് ഫൊർഗീവ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. ഇവിടെ ചില വ്യക്തികൾക്ക്, മാരേജൊക്കെ നോക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ മാരേജ് നടക്കാനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ചൈൽഡ് ബർത്ത് നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ട് കരിയറിൽ ഒരു അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട്, ഒരു റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവും കൂടായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും വേണ്ടത് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അടച്ചു വെച്ച് ജീവിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അടുത്തതായിട്ട് ഇവിടെ 4 ഓഫ് വോയിസസ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളോട് പറയുന്നത് സെൽഫ് ലവ് എന്നുള്ളത് മെസ്സേജാണ്. നിങ്ങളുടെ പ്രയോറിറ്റി ചെക്ക് നടത്തേണ്ടതായിട്ടുള്ള ഒരു സമയം വന്നിരിക്കുകയാണ്. ഇവിടെ ഇത് നിങ്ങൾ ഈ കംഫർട്ട് സോണിൽ നിന്നൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്തും നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഓവർ വർക്ക് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യവും ഓവറായിട്ട് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ആവശ്യത്തിലധികം, അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്, ഞാനാണ് ഇവിടെ പ്രോബ്ലം, ഞാൻ ഇതിൽ എന്തൊക്കെയോ കൂടുതൽ ചെയ്യണം എന്ന അങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ്സൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. കാരണം നമ്മളെപ്പോഴും ഈ ടെമ്പറൻസ് കാർഡാണ് നമുക്കവിടെ ഓർത്ത് വയ്ക്കേണ്ടത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പം നിങ്ങൾക്ക് ഉള്ള റെസ്പോൺസിബിലിറ്റി തന്നെ നിങ്ങളുടെ പാർട്ട്ണറിനുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സിലാണെങ്കിലും റിലേഷൻഷിപ്പുകളിലാണെങ്കിലും അതുപോലെ നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടത് മാത്രം കൊടുക്കുക. നിങ്ങൾ ഓവറായിട്ട് എന്തിനാണ് നിങ്ങളെ തന്നെ ഇങ്ങനെ ടയേർഡാക്കുന്നത് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ചോദിക്കുക. ഇത് നിങ്ങൾ എത്ര ചെയ്തു കഴിഞ്ഞാലും അത് പോരാ എന്നുള്ള ഒരു ചൈൽഡ്ഹുഡിൽ നിന്നുള്ള ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്നും നിങ്ങൾ എത്ര ചെയ്തു കഴിഞ്ഞാലും ഒരു അക്നോളജ്മെൻറ്റ് കിട്ടാതെ, അത് ലഭിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പോരാ യു ഹാവ് ടു വർക്ക് മോർ എന്നുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന ഒരു ഫേമിൽ വളരെ തുച്ഛമായ ഒരു സാലറി ആയിരുന്നിരിക്കാം നിങ്ങൾക്ക്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വർക്ക്, നിങ്ങൾക്ക് ആ ഒരു സാലറിക്കും അപ്പുറമായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക്, നിങ്ങൾ ഒരുപാട് ഓവർ ടൈമൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ സപ്പോസ് കടന്നു പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഒരു ശീലമായി മാറി. നിങ്ങൾക്കതൊരു പ്രോഗ്രാംഡായി, നിങ്ങളുടെ ബോഡിയിൽ, നിങ്ങളുടെ മൈൻഡിലൊക്കെ അത് പ്രോഗ്രാംഡായി. നിങ്ങൾക്ക് വേറെ ഒരു ജോബ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്കിതിലും കൂടുതലായിട്ടുള്ള ഒരു കംഫർട്ട് സ്പേസ് ലഭിക്കുന്ന സമയത്ത് നല്ലൊരു സാലറി പാക്കേജും അതുപോലെ തന്നെ വളരെ സാധാരണയായിട്ട് വർക്ക് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു പാറ്റേണിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ട് തോന്നും. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നാനായിട്ട് തുടങ്ങും നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾക്ക് ഇത്രയും സമയം വർക്ക് ചെയ്തിട്ട് ഇത്രയും സാലറി കിട്ടുന്നത്
അത് ഞാൻ ഡിസേർവിങ് ആണോ എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിൽ വരാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഗിൽറ്റ് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് നിങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത് തന്നെ അത് വളരെ വൈകിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഇമോഷൻ നിങ്ങളിൽ വളരെ അധികമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടായിരിക്കും. അവിടെ അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഈ ജോബ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇത് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടതെന്നുള്ള നെഗറ്റീവ് തോട്ട്സിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത്, ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് ഈ ഒരു ജോബ് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ചാലഞ്ചസ് ആയിട്ട് റിയാലിറ്റിയിൽ മാനിഫെസ്റ്റഡ് ആയിട്ട് വരും. എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് ഈസി ആണ് എന്ന് തോന്നുന്നതിനെ നിങ്ങൾക്ക് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി. പക്ഷെ ജീവിതം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു വശമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കഷ്ടകാലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ കഷ്ടകാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഇമോഷൻസ് ആണ് നിങ്ങൾക്കിനി അങ്ങോട്ട് മുഴുവനും എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിങ്ങൾ പെട്ടുപോയതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇവിടെ സെൽഫ് ലവിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലക്ഷൂറിയസ് ആയിട്ടുള്ള 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ലക്ഷൂറിയസ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾ കൊടുക്കുക. ഗിഫ്റ്റ് യുവർ സെൽഫ്. അതൊരു പ്രഷ്യസ് ഫീലാണ്. നിങ്ങൾ വർത്തി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഓരോ അച്ചീവ്മെൻറ്റ്സിനും നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുക. അത് ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണെങ്കിലും വലിയ വലിയ ഗിഫ്റ്റുകളാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ആഗ്രഹം എന്ന് തോന്നുന്ന ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക എന്നുള്ള ഒരു എനർജിയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഐ എം വർത്തി ഓഫ് സംതിങ് എന്നുള്ളതാണ്. ആ വർത്തിനെസ് നിങ്ങളുടെ ഉള്ളിൽ കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ച് കഴിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ ഡൈനിങ് ചെയ്യുക, നിങ്ങൾക്കിപ്പം ഒരു സ്പാ ഒക്കെ എടുക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. പാമ്പർ യുവർ സെൽഫ് എന്നൊക്കെ ഉള്ളൊരു മെസ്സേജാണ് ഇവിടെ പറയുന്നത്. അതുപോലെ 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അധികമായിട്ട് വേണ്ടത് ഒരു ഫ്രീഡമാണ്, ഒരു ഇൻഡിപെൻഡൻസ് ആണ്. അത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിലാണ് ആദ്യം വരേണ്ടത്. നിങ്ങളുടെ ഡെസിഷൻസ് നിങ്ങൾ എടുക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുക, റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യുക, നിങ്ങളുടെ ഡെസിഷൻസിൻ്റെ കോൺസിക്വൻസസും നിങ്ങൾ എടുക്കുക. ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാത്ത ഒരു ഫൺ സൈഡ് കൂടി ഉണ്ട് ലൈഫിൽ. അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. പോസിറ്റീവ് തിങ്കിങ്. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കും എങ്ങനെയാണ് ഈ നെഗറ്റീവ് തോട്ട്സ് ഓവർകം ചെയ്യേണ്ടത്. അത് ആലോചിക്കേണ്ട എന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും അത് ആലോചിക്കുന്നു എന്ന് പറയും. നമ്മളത് ഒരു കാര്യം ആലോചിക്കേണ്ട എന്ന് നമ്മൾ കൂടുതലായിട്ട് വിചാരിക്കും തോറും നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണല്ലോ ആലോചിക്കുന്നത്. ഞാൻ ഈ കാര്യം ആലോചിക്കേണ്ടെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ആ കാര്യം തന്നെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുക, നിങ്ങളെ തന്നെ വേറെ കാര്യങ്ങൾ ചിന്തിക്കുക. ഈ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഫോഴ്സ് ചെയ്ത് ഡൈവേർട്ട് ചെയ്യുക. അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, തോട്ട്സ്, നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചുറ്റും. അത് കണ്ണ് തുറന്ന് നോക്കുക, കാണുക, മനസ്സിലാക്കുക. നിങ്ങൾ വർത്തി ആണെന്നുള്ള ആ ഒരു ഫീല് നിങ്ങൾ ആദ്യം തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവേണ്ടതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. ഈ ഒരു ജസ്റ്റിസ് കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഒരു കർമ്മ കോൺഷ്യസ്നെസ് ഉണ്ടാവേണ്ട ഒരു സമയമായി, ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ട ഒരു സമയമായി. അതായത് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത് ഒരു കോസ് ആൻഡ് ഇഫക്റ്റിലാണ്. നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിനും നിങ്ങൾക്ക് അതിനൊരു കോൺസിക്വൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ ലഭിക്കും എന്നുള്ളതാണ്. അതിലിനി എന്താണ് റൈറ്റ് ആൻഡ് റോങ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രൂത്ത് ആൻഡ് ഇൻറ്റഗ്രിറ്റി, ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ സോൾ വോയിസ് നിങ്ങളോട് ഓരോ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്തും പറയുന്നുണ്ട്
നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളത്. ഇത് എത്ര പേരിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ അതിനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്? ഇതാണ് നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കേണ്ട മേജറായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇന്നർ വോയിസിന് നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ കൊണ്ട് നിങ്ങൾക്ക് കണ്ടീഷൻഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രീതിയാണ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇത് എനിക്കുള്ളതല്ല, ഇത് എൻ്റെ അല്ല, ഞാൻ ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് അതൊന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണോ എന്നുള്ള ഒരു തോന്നൽ, അവിടെ നിന്നൊരു ഭയം, അതൊക്കെ ഒരു മാറ്റത്തിനൊരു ഭയം, ഇതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ യഥാർത്ഥ നിങ്ങളാവേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങളോട് തന്നെ നിങ്ങളൊരു ജസ്റ്റിസ് കാണിക്കേണ്ട സമയമാണ്. ട്രൂത്ത്, ഒരു ഇൻറ്റഗ്രിറ്റി, ഇതൊക്കെ നിങ്ങൾ കാണിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചോയ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയവും കൂടെ ആണ്. ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസിനെ എംഫസൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങൾക്ക് തുടക്കത്തിൽ ചോയ്സസ് ഉണ്ട്. റൈറ്റ് ആയിട്ടുള്ള ചോയ്സസ് നിങ്ങൾ എടുത്തു കഴിയുമ്പം നിങ്ങൾ പോകെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്, കർമ്മ ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ എൻഡിൽ ഓരോ ഡിസിഷൻസിലും നിങ്ങൾക്ക് എൻഡിൽ ലഭിക്കുന്നത് നിങ്ങളുടെ തന്നെ റൈറ്റ് ചോയ്സസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിനെ അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ അറിയാൻ സാധിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ്. ഇവിടെ നമുക്ക് ഏസ് ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്പെഷ്യലി ഒരു പുതിയ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാനായിട്ട് ഉണ്ട്. അതൊരു യൂണിവേഴ്സൽ ജസ്റ്റിസ് തന്നെയാണ്. പക്ഷേ അതിനൊരു ബ്ലോക്കേജ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. യെസ്, നിങ്ങൾ തന്നെ നിൽക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള റൈറ്റ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ കണ്ടെത്തണം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമാണ്. ഫൈൻഡിങ് യുവർ സെൽഫ്, ഡിസ്കവറിങ് യുവർ സെൽഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടും അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഇവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ബിഗിനിങ് തരുന്നുണ്ട്. ഇത് ചില വ്യക്തികൾക്കെങ്കിലും നിങ്ങൾക്കൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പാണ്, അതിൻ്റെ ഒരു റീയൂണിയനാണ്. ചില വ്യക്തികൾക്ക് റീയൂണിയനാണ്, ചില വ്യക്തികൾക്ക് അത് നിങ്ങൾ കണ്ടെത്തുന്നതാണ്. കാരണം നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേർണിയിൽ തന്നെ ഉള്ളവരാണ്. ഇത് കാണുന്നവർ ആരാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് ഇങ്ങനെയുള്ള മെസ്സേജസ് ഡെഫിനറ്റ്ലി എത്തുകയുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഷാഡോ സെൽഫ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. ആ ഒരു തിരിച്ചറിവ് എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്നതല്ല. അങ്ങനെ ഒരു തിരിച്ചറിവ് ലഭിച്ചു കഴിഞ്ഞാലും അത് മാറ്റണം എന്നുള്ളൊരു ഡെസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലും ദാറ്റ്സ് എ ഹ്യൂജ് സ്റ്റെപ്പ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ് ഓൾറെഡി എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ റൈറ്റസ്റ്റ് ഓഫ് ദ റൈറ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. കാരണം നമ്മളുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, നമ്മൾ കണ്ടെത്തുന്ന റിലേഷൻഷിപ്പാണ് നമ്മളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ തന്നെ ഒരു റിഫ്ലക്ഷനാണ്. നിങ്ങളുടെ ക്ലോസസ്റ്റ് റിലേഷൻഷിപ്സ് ആർ ഓൾവേസ് എ റിഫ്ലക്ഷൻ ഓഫ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളൊരു എനർജിയാണ്. ഈ ഒരു ക്വീൻ ഓഫ് വോയിസസ് ആണ് നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ വളരെ സ്ട്രാറ്റജിക്കായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു സമയമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്, നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്. നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാവരെയും, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരെയും നിങ്ങൾക്ക് പ്ലീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല.
അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ജീവിക്കാനും നിങ്ങൾക്ക് പറ്റില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഭാരം നിറയ്ക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കാത്തതായിട്ടുള്ള ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. കം ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. അതിനുള്ള ധൈര്യം നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടതാണ്. ഇവിടെ ത്രോട്ട് ചക്ര ആക്ടിവേഷൻ, ഹീലിംഗ് ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. വളരെ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, പറയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് ഭയന്ന് നിങ്ങൾ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തോ നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ തന്നെ സബ്സൈഡ് ചെയ്ത് വെച്ച് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നിങ്ങൾക്കില്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യണം. നിങ്ങൾ അത് നേടിയെടുക്കേണ്ട ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ 9 of Wands വന്നിട്ടുണ്ട്. നിങ്ങൾ അൺനെസസറി ആയിട്ട് ഒരു ബൗണ്ടറി നിങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സേഫ് ബൗണ്ടറീസ് ആണ് വേണ്ടത്. ആവശ്യമില്ലാത്ത ബൗണ്ടറി നിങ്ങൾ വലിച്ചു വാരി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രസ്സിനെ അത് തടയും എന്നുള്ള മെസ്സേജാണ്. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പോലും അറിയില്ല. പക്ഷെ നിങ്ങൾ ആരെയൊക്കെയോ ഭയക്കുകയാണ്. അതായത് നിങ്ങൾ പൊതുവെ ഈ ലോകം എന്നുള്ളതിനെ നിങ്ങൾ ഭയക്കുകയാണ്. പക്ഷെ നിങ്ങളും കൂടി പാർട്ടായിട്ടുള്ളതാണ് ഈ ഒരു ലോകം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ തുറന്ന് സംസാരിക്കുക, ആശയവിനിമയം നടത്തുക, ഒരു കറേജസ് ആയിട്ട് നിങ്ങൾ ട്രൂത്ത് ആൻഡ് ഹോണസ്റ്റിയോട് കൂടിയിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടത് ആവശ്യമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് വളരെ ചെറുപ്പം മുതൽ നിങ്ങളിൽ വന്ന് കൂടിയിരിക്കുന്നതായിട്ടുള്ള ഒരു ഭയമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലായിരിക്കാം നിങ്ങൾക്ക് ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഐഡിയാസിനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസിനോ ഒന്നും ഒരു വാല്യൂ തരാതെ, നിനക്ക് അറിയില്ല, നീ പറയുന്നത് തെറ്റാണ്, അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു അടിച്ചമർത്തൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പുറത്തു വരേണ്ടതായിട്ടുള്ള ഒരു സമയമായിട്ടും കൂടി അവിടെ കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആണ്. അതായത് നിങ്ങളുടെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ രീതിയിലും നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ മോൾഡ് ചെയ്തെടുത്ത് നിങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ഇവിടെ നമുക്ക് ന്യൂസ് വോയിസസും വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സത്യസന്ധമായി നിങ്ങൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു തുടങ്ങുക. എങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കില്ല. നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ പേർപ്പസ് അതിനു മുകളിലായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ലോകത്തിലേക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സമൂഹത്തിലേക്ക് വേണ്ടിയിട്ടും നിങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുള്ള, വോയിസ് ഉയർത്തേണ്ടതായിട്ടുള്ള ഒരു കർമ്മ നിങ്ങൾക്കുണ്ട്. അതായത് തെറ്റിനെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ ഒരു പേർപ്പസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ എന്ത് കാര്യത്തിനെയും ഒരു വ്യത്യസ്തമായിട്ടുള്ള പേഴ്സ്പെക്റ്റീവിൽ കാണാൻ കഴിവുള്ളവരാണ്. അത് പക്ഷെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വരുന്നത്. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രമിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ബേർഡ്സ് ഐ വ്യൂ, എന്തിനേയും നിങ്ങൾ പ്രോബ്ലത്തിൽ നിന്നും നിങ്ങളൊന്ന് മാറി നിന്ന് ഉയർന്ന ഒരു ചിന്താരീതിയിൽ എല്ലാം നോക്കി കാണേണ്ടതായിട്ടുള്ള ഒരു എനർജി. ഇതൊരു സ്പിരിച്വൽ ആക്ടിവേഷൻ, ഒരു തേർഡ് ഐ ചക്ര നിങ്ങൾക്ക് ആക്ടിവേറ്റഡ് ആവുന്നതിൻ്റെയും ഒക്കെ ഒരു എനർജിയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വരുന്ന സമയത്ത് നിങ്ങളുടെ സോള് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കർമ്മ എന്താണ്, എനിക്ക് പേർപ്പസുകളുണ്ട്, അതെന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തി നിങ്ങൾക്കത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ തന്നെ തടഞ്ഞു വെക്കുകയാണ്. നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഒളിഞ്ഞു കിടക്കുന്നത് നിങ്ങളുടെ പാഷനിലാണ്.
നിങ്ങളുടെ സോളിൻ്റെ ഒരു കോളിംഗ് ആണ് നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത്. നിരന്തരമായിട്ട് എനിക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ പാഷനാണ്. അത് നിങ്ങളുടെ സോൾ ലാംഗ്വേജ് ആണ്. ഇവിടെ പേജ് ഓഫ് വാൻസ് നമുക്ക് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആക്ഷൻ നിങ്ങൾ എടുക്കുന്നേ ഇല്ല എന്നുള്ളൊരു മെസ്സേജാണ്. പക്ഷെ ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ റെഡി ആവണം എന്നുള്ളൊരു മെസ്സേജാണ്. കിങ് ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. പ്രാക്ടിക്കലി തന്നെ ലോജിക്കലി തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പാഷൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഡിഫറെൻ്റ് ആണെങ്കിലും നിങ്ങളത് ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ്, അതിനുള്ളൊരു കറേജാണ്. അതിന് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഫിസിക്കലി ആണെങ്കിൽ ഫിസിക്കലി, മെൻ്റലി ആണെങ്കിൽ മെൻ്റലി നിങ്ങൾക്കതിന് വേണ്ടതായിട്ടുള്ള ഹെൽപ്പ് നിങ്ങളിത് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തും. ഓപ്പർച്യൂണിറ്റീസും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു മെസ്സേജാണ്. ഇത് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ജീവിതത്തിൽ കൊണ്ടുതരും എന്നുള്ളൊരു മെസ്സേജാണ്. ഇത് ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ എൻതൂസിയാസ്റ്റിക്കലി നിങ്ങൾക്ക് പുതിയ പുതിയ ഹൊറൈസൺസ് കീഴടക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊരു പുതിയ ജീവിതം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആവണം. നിങ്ങളുടെ എല്ലാ പേടികളെയും ഭയങ്ങളെയും ഒക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് അതിനെ ആ ഒരു ബാഗേജ് നിങ്ങളിൽ നിന്ന് വലിച്ച് എറിഞ്ഞ് വളരെ ഫ്രീ ആയിട്ട്, വളരെ ടോട്ടലി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടൊരു ന്യൂ അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ആയിക്കൊണ്ട് നിങ്ങൾ ലോകത്തിലേക്ക് നോക്കി കാണണം എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ. അതായത് ഫിയർലെസ് ആവുക, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയുക, ജീവിതത്തിൻ്റെ പുതിയ പുതിയ തലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങളുടെ ചിന്താഗതികൾ എക്സ്പാൻഡ് ചെയ്യുക, ജീവിതം തന്നെ എക്സ്പാൻഡ് ചെയ്യുക. നിങ്ങളെ വെയിറ്റ് ചെയ്ത് അബൻഡൻസ് ആണ് ഉള്ളത്. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം എന്ന് തോന്നുന്നതിലും അധികമായിട്ടുള്ള ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ ബാലൻസ് വരുന്നുണ്ട്, സ്പിരിച്വൽ ബാലൻസ് വരുന്നുണ്ട്. ദ ലവേഴ്സ് കാർഡ്. ആൻഡ് സ്പെഷ്യലി നിങ്ങളെ ഇതുപോലെ കണ്ടെത്തി ഹീൽ ചെയ്ത് നിങ്ങളുടെ ഷാഡോ സെൽഫ് മനസ്സിലാക്കി അതൊന്ന് പുറത്ത് വന്ന് കഴിയുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള റൈറ്റ് റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഫോർ മെജോറിറ്റി ആൾക്കാർക്കും ഇവിടെ നമുക്ക് ബോട്ടം എനർജീസ് 7 ഓഫ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ് ലഭിക്കും എന്നുള്ളൊരു എനർജിയാണ്. അതായത് നമ്മൾ വിതച്ചത് കൊയ്യുന്ന ഒരു എനർജി. നമ്മൾ ഹാർഡ് വർക്ക് എവിടെ കൊടുത്തിട്ടുണ്ടോ അതിന് 101% നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും എന്നുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ 9 വന്നിട്ടുണ്ട്. ലക്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. നിങ്ങളുടെ ബ്ലോക്കേജസ് ആണ് നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്കുകളാണ് ഇതെല്ലാം. അത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വില്ലിങ് ആവുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ലക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട്. അതുപോലെ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെയധികം നിങ്ങളോട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിനെ തന്നെ നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയാം. കാര്യം നിങ്ങൾ എത്രത്തോളം ഡീപ്പർ ആൻഡ് ഡീപ്പറായിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കുന്നു, അത് സ്പിരിച്വൽ പാത്ത് ആണ്, ദ പാത്ത് ഓഫ് ദ സോൾ. സോ ആ ഒരു വിസ്ഡം, ലോകം എന്താണ് എന്നൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഓൾറെഡി മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചക്ര മെഡിറ്റേഷൻസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആദ്യം അറിയുക. നമ്മളുടെ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു മെഷീൻ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെക്കാനിസം അങ്ങനെയാണ്. നമ്മുടെ ഹൃദയം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബ്രെയിൻ എപ്പോഴും തോട്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു മെഷീന് നമ്മൾ കുറച്ചൊരു പോസ് കൊടുക്കുകയാണ്, ഒരു ബ്രേക്ക് കൊടുക്കുകയാണ്. അതിനെ നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയാം. കാര്യം നിങ്ങളുടെ ബ്രെയിനിന്, നിങ്ങളുടെ മൈൻഡിനുള്ളൊരു മെഡിസിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷനെ കാണാം എന്നുള്ളതാണ്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട്,
ഒന്ന് റിന്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ചാർജ് ചെയ്യാനായിട്ട്, നമ്മുടെ ചാർജ് തീരുമ്പോൾ നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ നമുക്ക് ഡിവൈൻ നിന്ന് എനർജി എടുക്കാനും നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്ത് അഴുക്കൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ, ഇത് നിങ്ങളുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അനാലിസിസ് നടത്താനായിട്ടും, നിങ്ങൾക്ക് റൈറ്റ് ആൻഡ് റോങ് എന്താണ് വേണ്ടത് എന്നൊക്കെ ഉള്ള നിങ്ങളുടെ മിസ്റ്റേക്സിനെ ആണെങ്കിലും നിങ്ങളുടെ ശരികളെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് മെഡിറ്റേഷൻ കൊണ്ടുള്ള ഒരു ഗുണം. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇൻട്രാക്ഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ഓറ നിങ്ങൾ ക്ലിയർ ചെയ്യണം ആദ്യം, എന്നിട്ട് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇത് മാനസികമായിട്ടുള്ള ഒരു ബലം നിങ്ങൾ നേടിയെടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള റിച്വൽസ്, നിങ്ങൾ മാനസികമായിട്ടൊരു ബലം നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ മൈൻഡിൻ്റെ പവർ നിങ്ങൾ ഓൾറെഡി തിരിച്ചറിയുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെയും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോബ്ലംസ് വീണ്ടും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. കാര്യം നമ്മളുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ ഇതൊക്കെ നിങ്ങളുടെ ഒരു റൊട്ടീനായിട്ട് നിങ്ങൾ എന്നും ഷവർ എടുക്കുന്ന പോലെ കുളിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. എന്നും ഫുഡ് കഴിക്കുന്നത് പോലെ, ഫുഡ് ഇസ് യുവർ ഫ്യൂൽ ടു ബോഡി എന്ന് പറയുന്നില്ല, മെഡിറ്റേഷൻ ഇസ് എ ഫ്യൂൽ ടു യുവർ മൈൻഡ് ആൻഡ് ബ്രെയിൻ എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ റൊട്ടീൻ്റെ ഒരു ഭാഗമാക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഇവിടെ ഹെയർഫിൻ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബോട്ടം പറയുന്ന യോഗയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി റെജുവനേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള എനർജീസിനെ നിങ്ങൾക്ക്, ഇൻറ്റേർണൽ എനർജീസിനെ നിങ്ങൾക്ക് പോസിറ്റീവാക്കി നിലനിർത്താനായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബ്ലോക്ക് നിങ്ങൾക്ക് ഉണ്ട്. ആ ബ്ലോക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിംഗ്, ത്രോട്ട് ചക്ര ഹീലിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കാനായിട്ടൊക്കെ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്തെടുക്കുന്നതും നല്ലതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ തേർഡ് ഐ ചക്രയും ഇവിടെ ആക്ടിവേറ്റഡ് ആവാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചക്ര മെഡിറ്റേഷൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. യെസ്, അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മളുടെ ചാനലിൻ്റെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ടോപ്പിക്സാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കാര്യം ഇപ്പോഴും ഒരുപാട് വ്യക്തികൾ നമ്മളുടെ ചാനൽ വാച്ച് ചെയ്യുന്നത് ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള സബ്ജക്ട്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അപ്പോൾ നിങ്ങളിലേക്ക് അത് എത്തുന്നതായിരിക്കും. അതുപോലെ നമ്മളുടെ ചാനലിൻ്റെ ഒരു ഗ്രോത്തിനും അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഡെഫിനറ്റ്ലി അതൊരു മോട്ടിവേഷൻ തന്നെയാണ്. സോ ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണ്. സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേറ്റീവ് സെഷൻസും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.